ഹായ് മേറ്റ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വർക്ക് ആൻഡ് ഹോളിഡേ വിസേൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ വർക്ക് ആൻഡ് ഹോളിഡേ വിസയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ, ഇവിടെ വന്നിട്ട് വർക്ക് അതായത് ജോബ് കിട്ടുമോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ഡീമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഏറ്റവും നല്ലത് വർക്ക് ആൻഡ് ഹോളിഡേ വിസയിൽ ഇവിടെ വന്നിട്ടുള്ള ഒരാളെയും കൂടി വിളിച്ച് ഒരു ഇൻറ്ററാക്റ്റീവ് സെക്ഷൻ നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമായി നിങ്ങൾക്ക് തോന്നുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ഇൻട്രാക്റ്റീവ് സെക്ഷനായിട്ട് ഇവിടെ വർക്ക് ആൻഡ് ഹോളിഡേ വിസയിൽ വന്ന ഒരു ആളെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഞാൻ അവനെ വിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാട്ടിൽ നിന്ന് വർക്ക് ആൻഡ് ഹോളിഡേയിൽ വന്ന ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമോ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? ഓക്കെ, സോ എൻ്റെ പേര് എബിൻ. വീട് കണ്ണൂരാണ്. ഞാൻ ഇവിടെ എത്തിയത് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു. കൂടുതൽ ആൾക്കാർക്കും വർക്ക് ആൻഡ് ഹോളിഡേ വിസേനെ പറ്റി എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് ജോലി കിട്ടുമോ, അല്ല താമസിക്കാനുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള കുറേ അവർക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നീ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു 6 months എബോ ആയാലും ഇവിടെ, അപ്പം നിന്നോട് ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതൊരു ബാലറ്റ് സിസ്റ്റം ആണല്ലോ. നീ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ? സോ പ്രോസസ്സ് വളരെ ഈസിയാണ്. ആദ്യം ബാലറ്റിൽ അപ്ലൈ ചെയ്യുക, സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലൈ ചെയ്യുക. ഈസി ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ള എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമേ മെയിനായിട്ട് ചോദിക്കുന്നുള്ളൂ. എൻ്റെ കേസിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ചോദിച്ചായിരുന്നു. ഞാൻ ഇതിന് മുന്നേ 2 കൺട്രിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ചോദിച്ചായിരുന്നു. അത് വളരെ ഈസിയാണ്, നമുക്ക് തന്നെ ചെയ്യാം. ഏജൻറ്റിൻ്റെ ആരുടെയും ഹെൽപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ കാര്യത്തിൽ. പിന്നെ അതിനുശേഷം മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അപ്പം നീ ഇപ്പം ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് നീ സ്വന്തമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിലുള്ള ഏതെങ്കിലും ഏജൻസിക്ക് കൊടുക്കുക, അങ്ങനെയാണ് ചെയ്യുക? ഇല്ല, ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത്. പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടായിരുന്നു ബാലറ്റിൻ്റെ ഇതൊക്കെ. സോ അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്തു, സെലക്ഷൻ കിട്ടി കഴിഞ്ഞിട്ട് ഇമി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ബാലറ്റ്, അതായത് ഇവൻ പറഞ്ഞു വരുന്നത് നമ്മൾ ബാലറ്റ്, അത് നമുക്കൊരു ഇൻട്രസ്റ്റ് നമ്മൾ ഷോ ചെയ്യണം. അത് ഗവൺമെൻറ് ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ഈ ബാലറ്റ് ആപ്ലിക്കേഷൻ ഇടുക. ഈ ബാലറ്റ് ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെയിൽ വരും. അപ്പോഴാണ് നിങ്ങൾക്ക് വിസ പ്രോസസ്സ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ആദ്യത്തെ ഈ ബാലറ്റ് ഇടുന്നതിന് $25 കാണുന്നത് AUD. യെസ്, ഓസ്ട്രേലിയൻ ഡോളർ $25 ആണ് അപ്ലൈ ചെയ്യുന്നതിന്. നാട്ടിൽ ഏകദേശം ഒരു 1500-1600 രൂപയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതിന് വരുന്നത്. പിന്നെ വിസയ്ക്കുള്ള പൈസ വേറെ വരും. അപ്പോൾ വിസ ആപ്ലിക്കേഷൻ നീ തന്നെ, അതായത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വെബ്സൈറ്റ്, അത് ഇമി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നീ തന്നെ അപ്ലൈ ചെയ്യാണ് ചെയ്തത്, അല്ലാതെ ഒരു ഏജൻസിക്കൊന്നും? ഞാൻ തന്നെയായിരുന്നു അപ്ലൈ ചെയ്തതെല്ലാം. ഓക്കെ, അതൊരു ഈസി പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഈ ആൾക്കാർ കാണുന്ന പോലെ, മീൻസ് പറയുന്ന പോലെ ഈസിയാണ്? ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. അത്ര ഡിഫിക്കൽട്ടായിട്ട് എനിക്കൊന്നുമില്ല. കാര്യം ഡോക്യുമെൻറ്റ്സ് അപ്ലൈ ചെയ്യുക, അത് മാത്രമേ മെയിനായിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ വിസ ഫീ അടയ്ക്കുക. എനിക്ക് $650 ആയിരുന്നു വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മെഡിക്കൽ, അത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത്, ഈവൻ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് വന്നപ്പോഴും ഞാൻ തന്നെയാണ് ചെയ്തത്. വിസ പ്രോസസ്സ് ഞാനും ഏജൻസിക്കൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ശേഷം നമുക്കൊരു HAP ഹാപ്പ് ID എന്ന് പറഞ്ഞൊരു ID കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മെഡിക്കൽ ചെയ്യണം. നമുക്ക് ഓസ്ട്രേലിയക്ക് വരുമ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ID-ൻ്റെ പേരാണ് HAP ഹാപ്പ് ID എന്ന് പറയും. അത് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് മെഡിക്കൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ മെഡിക്കൽ ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് കേരളത്തിൽ 2 സെൻറ്റർ ആണെന്ന് തോന്നുന്നു, ഒന്ന് കൊച്ചിയും ഒന്ന് ട്രിവാൻഡ്രം. അതെ, ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു ചെയ്തത്, കിംസിൽ. ഓക്കെ, ഞാൻ ചെയ്ത് ബാംഗ്ലൂരായിരുന്നു. മീൻസ് ഞാൻ ഓൾറെഡി ബാംഗ്ലൂർ ആയതുകൊണ്ട്, ബാംഗ്ലൂർ കുറേ, അതായത് 3 ഹോസ്പിറ്റൽസിനും കണ്ടുകൊണ്ടുവന്നു ഓസ്ട്രേലിയക്ക് ചെയ്യുന്നത്. കഴിഞ്ഞു മെഡിക്കൽ കഴിഞ്ഞിട്ട് ഏകദേശം എത്ര ഡ്യൂറേഷൻ എടുത്തു എനിക്ക് വിസ അപ്രൂവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്? ഞാൻ എക്സാക്ട്ലി ജൂലൈ ലാസ്റ്റ് ആയിരുന്നു മെഡിക്കൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് സെപ്റ്റംബറിലാണ് വിസ ഗ്രാൻഡ് ആയി എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നത്, മെയിൽ വന്നത്. സെപ്റ്റംബർ 10th. ഓക്കെ, അതെ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 1 week കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നു ഫ്ലൈറ്റ്. അപ്പം നീയിപ്പം പിന്നെ വന്നത് ഓസ്ട്രേലിയ സിഡ്നിയിലേക്കാണല്ലോ വന്നത്? അതെ. അപ്പോൾ സിഡ്നിയിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇവിടെ സാധാരണ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ മെയിൻ സിറ്റികളിൽ പെടുന്ന ഒരു സിറ്റിയാണ് സിഡ്നി. അപ്പോൾ സിഡ്നിയിലാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അതുകൊണ്ടാണ് നീ സിഡ്നി ചൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും നിൻ്റെ പ്ലാനിലുണ്ടായിരുന്നു? അല്ല, സിഡ്നി അല്ലാതെ എന്തുകൊണ്ട് ബ്രിസ്ബെയിൻ പോയില്ല, മെൽബൺ പോയില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പം ഇപ്പം നാട്ടിൽ നിന്ന് ഒരാളിപ്പം ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അവർ ഏത് സിറ്റിയിലേക്ക് വരുന്നതാണ് അവർക്ക് ജോബ് കൂടുതൽ കിട്ടാനുള്ള ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത്? ഏതർ നമ്മൾ സിഡ്നിയിലേക്ക് വരണോ, മെൽബണിൽ പോകണോ, അത് ബ്രിസ്ബെയിനിൽ പോകണോ? ഓക്കെ, നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം ആൾക്കാർക്ക്. ബട്ട്
ഇപ്പോൾ സിഡ്നിയിൽ ഞാൻ വന്നതിൻ്റെ റീസൺ എൻ്റെ കുറച്ച് ഫാമിലി കൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് മെയിനായിട്ട് വന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല ഇപ്പം വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്. കാര്യം സിഡ്നിയിലാണെങ്കിൽ തന്നെ കമ്പയർ ടു അതർ പ്ലേസിൽ സിഡ്നിയിൽ ഇപ്പം ഹോസ്റ്റല് റൂം എല്ലാം കിട്ടാൻ കുറച്ചൊരു എളുപ്പമാണ്. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹോസ്പിറ്റാലിറ്റിയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്തത് ഇവിടെ സിഡ്നി. ലൈക്ക് ഹോസ്പിറ്റാലിറ്റിയിൽ അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ സിഡ്നി ചൂസ് ചെയ്യാൻ വേണ്ടി കാര്യം. അതൊരു ട്രൂ ആണ്. മറ്റ് സിറ്റിയിൽ അപേക്ഷിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ കമ്പനീസ്, ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉള്ളത് സിഡ്നിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോബ് കിട്ടാൻ കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നുന്നത്, എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ IT ഫീൽഡ് ആയതുകൊണ്ട് മറ്റ് സിറ്റികളെ വെച്ച് നോക്കുമ്പോൾ സിഡ്നിയിൽ കൂടുതൽ കമ്പനീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ജോബ് കിട്ടാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ് സിഡ്നി വരുവാണെങ്കിൽ. അപ്പം നീ ഇപ്പം നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി സിഡ്നിയിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം നമ്മൾ ആദ്യം നോക്കേണ്ടത് അക്കോമഡേഷൻ ആണല്ലോ. അപ്പം എങ്ങനെയാണ് അക്കോമഡേഷൻ നീ അറേഞ്ച് ചെയ്ത്? അക്കോമഡേഷൻ ലൈക്ക് നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ നമുക്ക് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് നോക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈസിയാണ്. ഒരുപാട് ഹോസ്റ്റൽസ് ഉണ്ട്. സോ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് ആരും വരുവാണെങ്കിൽ ഹോസ്റ്റൽസ് നോക്കുക. ഒരുപാട് നല്ല ഹോസ്റ്റൽസ് ഉണ്ട്. ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ വിസയിൽ ഒരുപാട് പേരെ കണ്ടുമുട്ടാൻ വേണ്ടി പറ്റും. അത് ത്രൂ നിങ്ങൾക്ക് ജോലിയും പിന്നെ അല്ലെങ്കിൽ വേറെ റൂം എടുത്ത് മാറാനാണെങ്കിലും വളരെ ഈസി ആയിരിക്കും. അതുപോലെ ഈ വിസയിൽ വരുന്ന വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഇവിടെ ഫേമസ് ആയ ഒരു 2 ആപ്പാണ്. ഒന്ന് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഡൊമൈൻ എന്ന് പറയും. ഈ 2 ആപ്പിൽ കൂടെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പം നീ ഇപ്പം സിഡ്നിയിൽ വന്നതിന് ശേഷം പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടുക, അല്ലെങ്കിൽ കുറേ ഇങ്ങനെ നമ്മുടെ നാട്ടിലും പഠിച്ച് ഇറങ്ങാതെ നമുക്ക് ജോലി കിട്ടുന്ന യാതൊരു നിർബന്ധമില്ലല്ലോ. അപ്പം ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് ജോലിക്ക് അപ്ലൈ ചെയ്തത്? ഞാൻ മെയിനായിട്ട് സീക്കിലായിരുന്നു അപ്ലൈ ചെയ്തത്. പക്ഷേ ഇൻ്റർവ്യൂ കോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഹോസ്പിറ്റാലിറ്റി അല്ലായിരുന്നു. ലൈക്ക് വേറെ കുറേ ജോബൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലൈക്ക് 20 days ഞാൻ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പം എനിക്കൊരു ലൈക്ക് ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ഞാൻ അത് ഫോളോ അപ്പ് ചെയ്തു. ലിങ്ക്ഡിൻ ത്രൂ ആണ് എനിക്കത് കിട്ടിയത്. ബട്ട് പ്ലാറ്റ്ഫോം ഏതാണെങ്കിലും കുഴപ്പമില്ല. ഐ മീൻ ഞാൻ ലിങ്ക്ഡിനാണ് മോറായിട്ട് ലൈക്ക് അധികം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈക്ക് ലിങ്ക്ഡിൻ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിൽ ലിങ്ക്ഡിൻ ത്രൂ കിട്ടാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഒരു ഫുൾ ടൈം ജോബാണ് നോക്കുന്നതെങ്കിൽ. പാർട്ട് ടൈം കാഷ്വൽ ഒക്കെ ആണെങ്കിൽ സീക്കായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പക്ഷേ ഫുൾ ടൈം ആണെങ്കിൽ ലിങ്ക്ഡിനിൽ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അത് എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഞാനും IT ഫീൽഡ് ആയതുകൊണ്ട് ITക്ക് കൂടുതൽ എനിക്ക് ചാൻസ് കൂടുതൽ കിട്ടുന്നത് ലിങ്ക്ഡിനിലാണ്. ഇപ്പം നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾസ് കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പിന്നെ ഇവിടെ കൂടുതലായിട്ട് മീൻസ് റിക്രൂട്ടേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ലിങ്ക്ഡിനാണ്. പ്രൊഫഷണലായിട്ട് മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുന്നത് ലിങ്ക്ഡിനാണ്. പിന്നെ സീക്കുണ്ട്, ഇൻഡീഡ്, ഇത് 3മാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടി വന്നപ്പം. അപ്പം നീ ഇങ്ങനെ സീക്കും അതല്ല ലിങ്ക്ഡിനിൽ നീ അപ്ലൈ ചെയ്തു. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് കോൾ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ കുറേ ഗ്യാപ്പ് ഉണ്ട്? സാധാരണ ഇവിടെ ഇൻ്റർവ്യൂ കോൾ കിട്ടാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ എനിക്ക് ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയൊന്നുമില്ല. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം ഞാൻ മുന്നേ അപ്ലൈ ചെയ്ത സ്ഥലത്ത് നിന്ന് കുറേ ലൈക്ക് ഹോട്ടൽസിനൊക്കെ എനിക്ക് കോൾ വന്നായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ ഓൾറെഡി കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്തുകൊണ്ട് അതൊക്കെ റിജക്റ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നെ കിട്ടാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഹോസ്പിറ്റാലിറ്റി കിട്ടാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമാണ്. സിഡ്നിയിൽ അതാണ് നമ്മുടെ സിഡ്നിയിൽ വരുവാണെങ്കിൽ ജോലി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡൊമൈനിൽ, ഇപ്പം നിങ്ങളിപ്പം നാട്ടിൽ ഏത് ഡൊമൈനിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ ഡൊമൈൻ തന്നെ കിട്ടണമെന്ന് ചിലപ്പോൾ കിട്ടാൻ ചാൻസസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള അല്ലാത്ത നിങ്ങൾക്ക് വർക്കുകളല്ല, അതായത് വെയർ ഹൗസ് ജോബ് എല്ലാം കിട്ടാൻ കൂടുതൽ ചാൻസസ് സിഡ്നിയിലാണുള്ളത്. അപ്പോൾ ഇവന് നല്ല ലക്കായിരുന്നു. ഇവൻ ഓൾറെഡി ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ടൽ, അതായത് ദി ക്രൗൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ഇവന് പ്ലേസ്ഡ് ആയത്. അങ്ങനെ ജോലി കിട്ടി. അപ്പം ചില ആൾക്കാർ ഡൗട്ടാണ്, ഈ വർക്ക് ആൻഡ് ഹോളിഡേ വിസയിൽ വന്നിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാൻ അത് എംപ്ലോയർ നമ്മളെ ജോലിക്ക് എടുക്കുമെന്ന്. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് ഇവനെ ഓൾറെഡി മീൻസ് സിഡ്നിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ടലിൽ ഒന്നാണ്. നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് നോക്കാം, ദി ക്രൗൺ എന്ന് പറഞ്ഞാൽ. അവിടെയാണ് ഇവനെ പ്ലേസ്ഡ് ആയത്. അങ്ങനെയല്ല, നിങ്ങൾക്ക് കഴിവുണ്ടോ, നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ്, അതായത് ഇൻട്രസ്റ്റ് കൊണ്ടാണ്. അതുപോലെ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ചാൻസസ് കൂടുന്നത്. അതുപോലെ നല്ലൊരു പ്രൊഫൈൽ, അത് ഏത് പ്ലാറ്റ്ഫോം ആയാലും ലിങ്ക്ഡിനോ സീക്കോ ഇൻഡിയോടോ എവിടെയാണെങ്കിലും നല്ലൊരു പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അത് ജോബ് കിട്ടാനുള്ള, അത് ഇൻ്റർവ്യൂവിൻ്റെ കോൾസ് കിട്ടാനുള്ള ചാൻസസ് ഇരട്ടിയാക്കുകയാണ് ഇന്ന്. അപ്പം നീ ജോലിക്ക് കയറി. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓസ്ട്രേലിയ കഴിയുമ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് ആണല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് ചിലപ്പം പഠിച്ചിറങ്ങിയ ആൾക്കാരായിരിക്കും വർക്ക് ആൻഡ് ഹോളിഡേ വിസയിലേക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പം
നമുക്കൊരു വർക്ക് കൾച്ചർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വർക്ക് കൾച്ചറേ അല്ല നമ്മൾ ഓസ്ട്രേലിയ ഉള്ളത്. അപ്പം അതെങ്ങനെ നിനക്ക് തോന്നിയത്? നീ ഓൾറെഡി പിന്നെ US-ലായിരുന്നു. അല്ല, ആദ്യം നീ ദുബായിലായിരുന്നു. ദുബായിൽ നിന്ന് US-ൽ പോയി. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിൽ വെച്ച് വർക്ക് കൾച്ചർ എങ്ങനെയുണ്ട്? അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വർക്ക് കൾച്ചറാണ് ഓസ്ട്രേലിയയിലുള്ളത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എനിക്ക് എന്നോട് ചോദിക്കാനുള്ള വർക്ക് കൾച്ചറിനെ പറ്റിയാണ്. അപ്പം ഞാൻ ഓൾറെഡി ഇന്ത്യയിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പം ഞാൻ ഓസ്ട്രേലിയക്ക് വന്നപ്പം എനിക്ക് ഹ്യൂജ് ഡിഫറൻസ് ആണ് തോന്നിയത് ആ വർക്ക് കൾച്ചർ തന്നെ. അപ്പം നിനക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ? അതൊന്ന് ഈ മറ്റു സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ട് ഓസ്ട്രേലിയയിൽ വന്നു കഴിയുമ്പം നിനക്കൊരു വർക്ക് കൾച്ചർ നിനക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? അതായത് ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആക്സെൻ്റ് ആണ്. ഓസ്ട്രേലിയൻ ആക്സെൻ്റ് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതെങ്ങനെയാണ് നീ ഓവർകം ചെയ്തത്? ഓക്കെ, ഞാൻ ഈ പ്രശ്നം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിട്ട് US-ലേക്ക് പോയ സമയത്ത് എനിക്കിങ്ങനെ ആക്സിഡൻറ്റ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അത് ഫീൽ ചെയ്തില്ല. പിന്നെ നിങ്ങളിപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്തായാലും നല്ലൊരു പ്രൊഫഷണൽ വെയിലായിരിക്കും എല്ലാവരും സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലാണ്ട് ഇപ്പം ഫ്ലുവൻസിയും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഉണ്ടാവും. അവരുടെ പ്രത്യേക ആക്സെൻ്റ് ഒന്നും ആരും സ്ലാങ് ഒന്നും ആരും ഉപയോഗിക്കാൻ പോകുന്നില്ല ലൈക്ക് വർക്ക് പ്ലേസിലും കാര്യങ്ങളിലൊന്നും. അല്ലാണ്ട് ലൈക്ക് കാഷ്വൽ ടോക്കിന് സമയത്ത് മാത്രം അങ്ങനെ ഉണ്ടാവുള്ളൂ. ബട്ട് ഒന്നുമില്ല. അപ്പം എനിക്ക് US-ൽ പോയത് കൊണ്ട് എനിക്ക് കുറച്ച് ഭയങ്കര ഈസി ആയിരുന്നു കാര്യങ്ങളൊക്കെ. ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ, ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് നേരിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ തന്നെ അത് വലിയ പ്രശ്നമൊന്നുമില്ല. 1-2 ആഴ്ച ഒന്ന് അവരോട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഒരു ലൈനിലേക്ക് വന്നോളൂ. അത് ഈസിയാണ്. സോ ഇവിടുത്തെ വർക്ക് കൾച്ചറൊക്കെ നല്ലതാണ്. കാര്യം കറക്റ്റ് അവേഴ്സ് വർക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് പോവുക. അല്ലാണ്ട് ലൈക്ക് ശരിക്കും ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട് ഇവിടെ നമുക്ക്. ലൈക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ലൈക്ക് എൻജോയ് ചെയ്യാം. ലൈക്ക് നിങ്ങളിപ്പോൾ സിഡ്നിയിലൊക്കെ ആണെങ്കിൽ നൈറ്റ് ലൈഫൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് റിയലി പൈസ കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ജോബും ചെയ്യാം ഈ വിസയ്ക്കകത്ത്. എത്ര അവേഴ്സോ എത്ര എംപ്ലോയറിനുണ്ടല്ലോ വേണമെങ്കിലും വർക്ക് ചെയ്യാം. അങ്ങനത്തെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നല്ലൊരു വർക്ക് കൾച്ചറാണ് എന്താണെങ്കിലും ഇവിടുത്തെ. അത് കറക്റ്റാണ്. ഈവൻ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വർക്ക് കൾച്ചറാണ് ഇവിടെ. കറക്റ്റ് ടൈം, അതിപ്പോൾ 8:30 to 5 ആണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ തന്നെ കറക്റ്റ് 5 o'clock നിങ്ങൾക്ക് ഇറങ്ങിപ്പോകും. പിന്നെ നിങ്ങളുടെ മാനേജറോ നിങ്ങളുടെ സൂപ്പർവൈസറോ ആരും നിങ്ങളോട് ഒന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് കറക്റ്റ് ടൈം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം. അതിൽ വർക്ക് കൾച്ചർ നല്ലതാണ്. എന്താ പറയുക, വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട് ഇവിടെ. കറക്റ്റ് മീൻസ് നാട്ടിലെ പോലെ ഒരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്യില്ല. അതൊരു വൺ ഓഫ് ദി ഗുഡ് തിങ് ആണ് എനിക്കും തോന്നിയിട്ടുള്ളത് ഇവിടെ. ഈ ഒരു ജോലിയിൽ വർക്ക് ചെയ്യുന്നു, അതുകൊണ്ട് നിനക്ക് അറ്റ് എ ടൈം നിനക്ക് വേറെ ഒരു എംപ്ലോയറിൻ്റെ കീഴിലും നിനക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാർ നമുക്ക് അറിയാവുന്നവരുണ്ട്. അതെല്ലാം നമ്മുടെ ടീമിൽ തന്നെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പൈസ ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ലൊരു ചാൻസാണ്. എന്താ പറയുക, നമ്മൾ 1, 2, 3 എംപ്ലോയറിൻ്റെ അടുത്ത് നമുക്ക് കീഴിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ടാക്സ് ഉണ്ടല്ലോ, ഇപ്പോൾ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ടാക്സ് പിടിക്കും, കൊടുക്കണം. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം നീ ഇപ്പോൾ കറൻ്റ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പം വേറെ ഏതെങ്കിലും ജോലി കൂടി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സിംഗിൾ വർക്ക് മാത്രമേ ഉള്ളൂ? ഞാൻ ഒറ്റ എംപ്ലോയറിനുണ്ടല്ലോ വർക്ക് ചെയ്യുന്നുള്ളൂ. കാര്യം എനിക്കൊരു ഫുൾ ടൈം ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ലൊരു പേ കിട്ടും ഒരു ഫുൾ ടൈം ജോലി കിട്ടുവാണെങ്കിൽ ഇവിടെ. ഇനി ഇൻ കേസ് നിങ്ങൾ പാർട്ട് ടൈമോ അല്ലെങ്കിൽ ക്യാഷോ ആണെങ്കിൽ മാത്രം 2 എംപ്ലോയറിൻ്റെ അണ്ടറിൽ പോകേണ്ട ആവശ്യമില്ല, ലൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം. ലൈക്ക് അപ്പം അതുകൊണ്ട് ഞാൻ ഒറ്റ ജോലി ചെയ്യുന്നുള്ളൂ. ലൈക്ക് മോർണിംഗ് ഷിഫ്റ്റാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ് നമുക്ക് എൻജോയ് ചെയ്യാം. അങ്ങനെ അതാണ് സിഡ്നിയിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ സിഡ്നിയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, സിഡ്നി അത് ഏത് സിറ്റി പോയാലും കുറച്ചും കൂടി എന്താ പറയുക, സിഡ്നിയിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ലൈഫ് ഒരു ഇതുണ്ടാവും മറ്റ് സിറ്റികളിൽ വെച്ച്. മറ്റ് സിറ്റികൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മെൽബൺ, ബ്രിസ്ബെയിനൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും നൈറ്റ് ലൈഫ് ഉണ്ട്. പക്ഷേ അതിലും കുറച്ചുകൂടി ഹാപ്പനിങ് പ്ലേസാണ് സിഡ്നി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇവനിപ്പോൾ നല്ലൊരു പ്രൊഫഷണൽ ജോലി കിട്ടി, നിങ്ങൾ വരുന്നവർക്ക് ഇത് തന്നെ കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് ആരെയും ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളുടെ ലക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ആ എംപ്ലോയർ നിങ്ങളെ വേണോ എന്ന് എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷണൽ ജോബ് കിട്ടാൻ. പക്ഷേ നിങ്ങൾക്ക് പ്രൊഫഷണൽ ജോബ് കിട്ടിയില്ലെങ്കിലും എന്താ പറയുക, നമുക്ക് വെയർ ഹൗസസ് ജോബ്സ് ഇവിടെ കൂടുതലുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് പട്ടിണി അടക്കേണ്ടി വരില്ല എന്നുള്ളൊരു ഉറപ്പുള്ളൊരു കാര്യമാണ്. അതെ, ഏത് ജോലി എടുക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടെ എല്ലാ തരത്തിലുള്ള ജോലിയും കിട്ടും. അതിൽ പേ റേറ്റും ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് പേ റേറ്റ് ഉണ്ട്. അപ്പം ഏത് ജോലിക്കാണെങ്കിലും ഒരു മിനിമം വേജസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതാണ് ഗവൺമെൻറ് റൂള്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നാട്ടിൽ ഇപ്പം ഇത് കണ്ടിട്ട് ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ചിലർ ജോലി ചെയ്യുന്നവരായിരിക്കും അവിടെ. അപ്പോൾ ഇത് കണ്ടിട്ട് അവർ ചിലർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ വരുന്നവർക്ക് ഇത് ഇങ്ങോട്ട് കയറി വരുന്ന ഒരു വേർത്താണോ? ഈ വിസയ്ക്കകത്ത് നമുക്ക് ലോങ് ടേം സെറ്റിൽമെൻ്റ് ഒന്നുമില്ല. ലൈക്ക് 3 years നിൽക്കാം. കാര്യം നിങ്ങൾ കാര്യമായിട്ടൊന്നും മുടക്കുന്നില്ല. ആകെ ഒരു $650 മാത്രമേ വിസയ്ക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു ബെനിഫിറ്റാണ് ലോങ് ടൈം പ്ലാനൊന്നും ഇല്ലാത്തവർക്ക്. ഇവിടെ വേണം നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. ലൈക്ക്
അതർ ഓപ്ഷൻസ്. അല്ലെങ്കിൽ ലൈക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, അത്യാവശ്യം പൈസയൊക്കെ സേവ് ചെയ്ത് നാട്ടിലേക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ്. 3 വർഷത്തേക്കുള്ള വിസ കിട്ടും. പിന്നെ ചെറിയ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ റീജിയണൽ ഏരിയയിൽ പോയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യണം കുറച്ച് ഈ ദിവസം. 3 ഇയേഴ്സിന് കണ്ടിന്യൂസ് 3 ഇയേഴ്സ് അല്ല, നിങ്ങൾ 1 ഇയർ വിസയാണ് ആദ്യം തരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ അതിൽ ഫസ്റ്റ് കിട്ടുന്ന 1 ഇയർ വിസയിൽ 3 മാസങ്ങൾ റീജിയനിൽ പോയി വർക്ക് ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് അടുത്ത 2 ഇയേഴ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നീ ഇപ്പം ഓൾറെഡി 6 months ആയല്ലോ. അപ്പം നിനക്ക് ഇന്ന ഒരു 2 ഇയേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നീ ഇപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകണമല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള പ്ലാനിങ് എന്താണ്? അപ്പോൾ നീ ഓൾറെഡി 6 months ഇപ്പോൾ ഓൾറെഡി ഇവിടെ കഴിഞ്ഞു സിഡ്നിയിൽ. അപ്പം 3 months ഒന്നെങ്കിൽ ഏതെങ്കിലും റീജിയണൽ ഏരിയയിൽ പോകണം. അപ്പം നിൻ്റെ പ്ലാൻ എന്താണ്? ഞാൻ ആക്ച്വലി നെക്സ്റ്റ് വീക്ക് ഇവിടുന്ന് മൂവ് ആവാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ നോട്ടീസ് പീരീഡോ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് ഒരു 1 week മുന്നേ ഇൻഫോം ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾ റിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ സോ ഞാൻ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒരു 10-15 ഡേയ്സിനുള്ളിൽ റീജിയൻ ഏരിയയിലേക്ക് പോകും. ക്വീൻസ്ലാൻഡ് കെയ്ൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അവിടെ ഒരു ജോലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് 90 days വർക്ക് ചെയ്യണം. അതായത് എൻ്റെ വിസ എക്സ്പയർ ആവുന്നത് സെപ്റ്റംബറിലാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ടൊരു 3 months ഞാൻ വർക്ക് ചെയ്യണം ആ റീജിയണൽ ഏരിയയിൽ, ആ പോസ്റ്റൽ കോഡിൽ. അപ്പം ആ പേ സ്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഞാൻ സെക്കൻഡ് ഇയറിലെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതുപോലെ ഇപ്പം കുറേ പേർക്ക് ഇതുണ്ടല്ലോ, ഇവിടെ വന്ന് കുറേ നാട്ടിൽ കുറേ വിസ ആൾക്കാർ ഇന്ന വിസ ഉണ്ട് ഈ വിസ ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറേ പേര് നമ്മളെ ചതിപ്പെടുത്തുന്ന കുറേ പേരുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ വിസ കിട്ടുമെന്ന് പറഞ്ഞാൽ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ റൂമേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ DM ചെയ്തിട്ടുണ്ട്, ഇന്ന വിസേഴ്സ് ഉണ്ടോ, അതിവിടെ അപ്രൂവ്ഡ് ആണോ, അതല്ല ഈ വർക്ക് ആൻഡ് ഹോളിഡേ വിസയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഓക്കെ, സ്കാം എല്ലായിടത്തും ഉണ്ട്. നോക്കിയും കണ്ടും ചെയ്യുക. ലൈക്ക് വെറുതെ പൈസയൊന്നും കൊടുക്കാണ്ടിരിക്കുക. അവരോട് കുറേ നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിസേനെ പറ്റി ഡീറ്റെയിൽസ് കിട്ടും. അപ്പം ഇങ്ങനെ ഓഫർ നിങ്ങൾക്ക് തരുന്ന ആൾക്കാരോട് കുറേ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത് സ്കാം ആണോ അതോ റിയൽ ആണോ എന്നൊക്കെ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഓസ്ട്രേലിയ ഉള്ള ആൾക്കാരുടെയൊക്കെ ചോദിക്കുക ഇങ്ങനത്തെ വിസയുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. സ്കാം എന്തായാലും എല്ലായിടത്തും നടക്കുന്നുണ്ട് ഈ വക പരിപാടികളൊക്കെ. റൈറ്റ്. പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. നിങ്ങൾക്ക് ഏത് വിസയാണോ, ഇപ്പോൾ ഏതെങ്കിലും ഏജൻസി നിങ്ങൾ വിളിച്ചു പറയണം വർക്ക് ആൻഡ് ഹോളിഡേ വിസയുണ്ട്, ഇത്ര ലക്ഷം രൂപ എന്നിട്ട് നമ്മൾ കയറ്റിവിടാന്ന് അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ അതിൻ്റെ റിക്വയർമെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഏത് വിസ, അത് വർക്ക് ആൻഡ് ഹോളിഡേ അല്ല, ഇങ്ങോട്ട് ഓസ്ട്രേലിയക്ക് വരാനുള്ള എല്ലാ വിസകളുടെ ഡീറ്റെയിൽസും വളരെ സിമ്പിളായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്കത് നോക്കാം. പിന്നെ സ്കാമിലൊന്നും പെടാതിരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നിന്നോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിനക്കിപ്പം ജോലി കിട്ടിയല്ലോ, അപ്പം ഹൗ ഡു യു കമ്മിറ്റ് ടു ദ ഓഫീസ്? ഇവിടെ നല്ല ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. ബട്ട് എനിക്ക് ഒരു 1 kilometer ഡിസ്റ്റൻസേ ഉള്ളൂ വർക്ക് പ്ലേസിലേക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്. അപ്പം എനിക്ക് 2 ഓപ്ഷനുണ്ട്, ലൈറ്റ് റെയിലും ഉണ്ട് ട്രെയിനും ഉണ്ട്. അപ്പം ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ലൈറ്റ് റെയിലാണ്. ഇപ്പോൾ ലോങ്ങിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ തന്നെ മെട്രോ ഉണ്ട്, ട്രെയിനുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വർക്ക് പ്ലേസിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കറക്റ്റ് ടൈമിൽ. എനിക്ക് തോന്നുന്നത് ഞാൻ പോയ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉള്ളത് സിഡ്നിയിലാണ്. നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഇവിടെ. ബസ് വേണ്ടവർക്ക് ബസ്സുണ്ട്, ട്രെയിനുണ്ട്, അതുപോലെ തന്നെ ട്രാമുണ്ട്. ട്രാം എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈറ്റ് ട്രെയിൻ എന്നാണ് പറയുന്നത്. പിന്നെ വാർഫ്, അതിൽ നമ്മുടെ ഫെറി സർവീസസ് ഉണ്ട്, അതുപോലെ മെട്രോയും ഉണ്ട്. അപ്പം മെയിനായിട്ട് ഇവിടെ സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും അവരുടെ വണ്ടി കൊണ്ട് സിറ്റിയിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്നെങ്കിൽ ട്രെയിനോ മെട്രോ അല്ലെങ്കിൽ ലൈറ്റ് റെയിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ റീജിയണൽ ഏരിയയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണല്ലേ ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് വണ്ടിൻ്റെ ഒരു ആവശ്യം വേണ്ടി വരും റീജിയണിൽ പോയിട്ടുണ്ടെങ്കിൽ. അത് NSW ഏത് സ്റ്റേറ്റിൽ പോയാലും റീജിയണിൽ അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ നിങ്ങൾ മറ്റ് സിറ്റികൾ, അത് ലൈക്ക് സിഡ്നി, ബ്രിസ്ബെയിൻ ഓർ മെൽബൺ, അഡ്ലേഡ്, പെർത്ത്, ഇത് സിറ്റികളിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ബേസിക് കാര്യങ്ങളൊക്കെ അറിയേണ്ട എല്ലാ ക്വസ്റ്റ്യൻസെല്ലാം ഞാൻ ചോദിച്ചെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിൽ ഇതിൻ്റെ വിൻഡോ ഓപ്പൺ ആവും. ആ വിൻഡോ ഓപ്പൺ ആകുന്ന സമയത്ത് നിങ്ങൾ ഇൻട്രസ്റ്റ്, അത് ബാലറ്റ് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം അത് $25 അതിന് കൊടുത്ത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഇൻവിറ്റേഷൻ കിട്ടിക്കഴിയുമ്പം നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മെഡിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഹാപ്പി ID ക്രിയേറ്റ് ചെയ്യും. മെഡിക്കൽ ID അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് വിസ അപ്രൂവ് ആയോ റിഫ്യൂസ് ആയോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മെയിൽ വരും. അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഓസ്ട്രേലിയയിലേക്ക് വരാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഓൾറെഡി ഇപ്പം പറഞ്ഞു കഴിഞ്ഞല്ലോ എങ്ങനെയാണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ജോബ് എങ്ങനെയാണ് ഹണ്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നിന്ന് വന്ന് നിങ്ങളുടെ ഇവിടുത്തെ ഒരു കൾച്ചറായിട്ട് അഡോപ്റ്റ് ചെയ്യുക.
അങ്ങനെയാണ് ഓസ്ട്രേലിയക്ക് എല്ലാവരും മീൻസ് ഇങ്ങനെ വർക്ക് ആൻഡ് ഹോളിഡേ വിസ അങ്ങനെ പല പല വിസയിൽ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ എങ്ങനെയാണ് മിക്കവരും തന്നെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം വേറെ ഒന്നുമില്ലല്ലോ ഇതിനെപ്പറ്റി സംസാരിക്കാൻ? നമുക്ക് വേറെ ഒന്നുമില്ല. അഡ്വൈസ് എന്തെങ്കിലും വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അഡ്വൈസ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? എല്ലാവരും ലക്ക് ട്രൈ ചെയ്യുക. നെക്സ്റ്റ് ബാലറ്റിൽ ഇങ്ങോട്ട് ലൈക്ക് ചീപ്പായിട്ട് വളരെ ചീപ്പായിട്ട് വരാൻ പറ്റിയൊരു ഓപ്ഷനാണ്. അപ്പം വരുവാണെങ്കിൽ നല്ലതാണ്. 3 വർഷം നിൽക്കാം. പിന്നെ നിങ്ങൾക്ക് ലോങ് ടൈം പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം. വേറെ വിസ കൺവേർട്ട് ഒക്കെ ചെയ്യാം. പക്ഷേ അതിനേതായ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്യാം. പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പം എല്ലാവരും ലക്ക് ട്രൈ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. സിയ.